എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു കടലക്കറി കണ്ടാലോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പഞ്ചാബി ചോള മസാല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലി ഞാൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു. ഇത്രയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓയിലൊന്നും ഒഴിക്കണ്ട. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കരിഞ്ഞു പോകാതെ നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ മസാല ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളക്കടല രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 കപ്പ് കടലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കിയ കടല കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, കടലയുടെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം. ഒരു ബ്ലാക്ക് കാർഡമം, കറുത്ത ഏലക്ക, പിന്നെ ഒരു ബേൻ ലീഫ്, നമ്മൾ നേരത്തെ മസാലയിൽ ചേർത്തതിനേക്കാൾ അല്പം കൂടെ വലിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. പിന്നെ ഇത് ടീ ബാഗാണ് കേട്ടോ. ഇതിനകത്ത് ആ സ്റ്റാപ്ലെയർ ഉണ്ട്, ആ പിന്നുണ്ടല്ലോ, അതങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് നമുക്ക് ആ നൂല് കൊണ്ട് തന്നെ കെട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് കുക്കർ നല്ലോണം അടച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം. ഒരു 5-6 വിസിൽ വരെ വരണം കേട്ടോ ഇത്. അപ്പോൾ അതാ 6 വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഒരു 5 ടേബിൾ സ്പൂണിൽ കുറയാതെ സൺഫ്ലവർ ഓയിൽ ചേർക്കണം കേട്ടോ. നന്നായിട്ട് ഓയിൽ വേണം. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിനല്ലാതെ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഓയിൽ ചേർക്കാറുണ്ട് അവർ. അപ്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം അത് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ചേർത്തു. പിന്നെ ഇത് ഒരു മീഡിയം സൈസിലുള്ള സവോള മിക്സിയിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്താണ്, നല്ലതുപോലെ അരച്ചെടുത്താണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അല്പം വെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഒരു പൊട്ടലൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ കണ്ടത് പതഞ്ഞ് വരും. നമ്മൾ ആ വെള്ളം ചേർത്ത് കൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അത് ഫ്രൈ ആയി വരുമ്പോൾ റെഡി ആയിക്കോളും കേട്ടോ. നല്ലതുപോലെ ഇത് മൂത്ത് വരണം. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 5-6 പച്ചമുളക്, എരിവിൻ്റെ ആവശ്യത്തിന് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഒഴിവാക്കരുത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി മീഡിയം സൈസിലുള്ളൊരു 4 തക്കാളി അരച്ചതാണിത്. അത് നല്ല കളറുള്ള നല്ല പഴുത്ത തക്കാളി അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അത്ര പഴുത്ത ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ 4 തക്കാളി അരച്ചെടുത്താണ് കേട്ടോ ഇത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കണം. അടിയിലൊന്നും പിടിക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴും നല്ല പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഞാൻ 3-4 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടിത് ഒരുവിധം ഫ്രൈ ആയി തന്നെ വരണം. അപ്പോഴേ പച്ചമണമൊക്കെ മാറി വരത്തുള്ളൂ. അതാണ് കറിയുടെ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. നമ്മളിതൊക്കെ ഇപ്പം വളരെ കുറേച്ചേ ചേർത്തുള്ളൂ. കാരണം ആവശ്യത്തിനുള്ളത് നമ്മൾ നേരത്തെ
മസാല പൊടിക്കുന്ന സമയത്ത് മുളകും മല്ലിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇത് വളരെ കുറച്ച് മാത്രം ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട്, കടലയിൽ ഉപ്പ് ചേർത്താണ്, ഉപ്പ് നമുക്ക് മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് മതി. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ തന്നെ അതെ നല്ലതുപോലെ ഇത് ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടല തുറന്നത് ഇങ്ങനെയാണ് കേട്ടോ. കടലയിരിക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വേഗണം കേട്ടോ കടല. ഈ പറഞ്ഞ 5-6 വിസിലിലും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയി വരണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഫ്രൈ ആയി വന്ന മസാലയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഫുള്ളായിട്ട് ചേർത്തിടണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കസൂരി മേത്തി, കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ, ഉണക്കമാങ്ങ പൊടിച്ച് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടലങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപാര ടേസ്റ്റാണ് കേട്ടോ. ഭട്ടൂര, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അല്ലേ. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വീണ്ടും നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിയിലയുടെ ഒക്കെ തൂവി കൊടുത്തിട്ട് സ്റ്റൗവ് ഓഫ് ചെയ്തു. അപ്പം അത് ഞാൻ സെർവ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഭട്ടൂരയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക് യു.